ഗുഡ് മോർണിംഗ്. രണ്ടുപേരെ എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ യെസ്റ്റർഡേ ഒരു 11:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞ് കിടന്നപ്പോൾ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ കിടന്നുറങ്ങട്ടെ. ഞാനാണെങ്കിൽ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര നേരത്തെ ഒന്നുമല്ല കേട്ടോ, ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അമലിൻ്റെ ബർത്ത്ഡേ ആണ്. ഡേറ്റാണ് കേട്ടോ, August 15th. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് വന്നതാണ്. അപ്പം അതാ പുറത്ത് നല്ല ഗംഭീര മഴ. അങ്ങനെ മഴയും നോക്കി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടി. നമുക്ക് ഹോം ഡെലിവറി ചെയ്താലോ കേക്ക്. അടുത്തുള്ളൊരു ഷോപ്പിൽ വിളിച്ച് ഞാൻ ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും അദ്യയും അമലും എണീറ്റ് വന്നു. ഞാൻ പ്ലാൻ ചെയ്തത് അവർ എണീറ്റ് വരുന്നതിനേക്കാൾ മുൻപ് കേക്കൊക്കെ കൊണ്ടുവച്ച് കട്ട് ചെയ്യിപ്പിക്കാമെന്നായിരുന്നു. പക്ഷെ പ്ലാനുകളൊക്കെ തെറ്റി. കുറച്ച് ലേറ്റായിട്ടാണ് കേക്ക് വരിക. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള ഒരു പ്ലാനായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ കേക്കൊന്നും എത്തിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് കേക്ക് ഡെലിവറി ചെയ്യിപ്പിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ച് ഫ്രഷായി കേക്ക് മുറിക്കുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ച് അപ്പോൾ കുളിച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്വീനെയും കൊണ്ട് ഞാൻ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സെറ്റായി. ഞങ്ങൾ രണ്ടുപേരും തല കുളിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് കോൾഡിൻ്റെ നല്ല ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത് കൂടണ്ടെന്ന് വിചാരിച്ച് കുളിച്ചൊന്നുമില്ല. ഇനി കുറച്ച് സ്കിൻ കെയർ ആവാമല്ലേ. പ്രത്യേകിച്ച് വലിയ സ്കിൻ കെയർ ഒന്നും ഇല്ല കേട്ടോ. ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീമുണ്ട്. അതെന്നോട് 6 months യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി കുരുവൊക്കെ കുറവാണ്. അപ്പം ഇനി കേക്ക് കട്ട് ചെയ്യാം. ഞാൻ എന്താ ക്യാൻഡിൽസൊക്കെ കത്തിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവന് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ സംഭവമാണ്. അവൻ ടി വിയിലൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു ഇഷ്ടമാണ് രക്ഷിക്ക്. അപ്പോൾ ഈ ക്യാൻഡിൽസ് ഊതലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമൽ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ അവൻ കട്ട് ചെയ്യുന്ന നൈഫ് വെച്ചിട്ടൊക്കെ അവൻ അതുമ്മ കേക്കുമ്മയൊക്കെ ഒന്ന് കോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം അവനെയും കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാം. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറയണ്ടല്ലോ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമല്ലേ. ഞാൻ അങ്ങനെ അവന് ഭയങ്കരമായിട്ട് മധുരമൊന്നും കൊടുക്കാറില്ല. എങ്കിലും ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കൊക്കെ. അമ്മ വീഡിയോയിൽ അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അമ്മേനെ വിളിക്കുന്നുണ്ട് വായു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അമ്മ വരുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പതുക്കെ വരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ പായസം, തോരൻ, മീൻ വറുത്തത്, ബാക്കിയുള്ള കറിയൊക്കെ ഞാൻ ടേബിളിൽ ഓൾറെഡി കൊണ്ടുവച്ചു കേട്ടോ. അങ്ങനെ ഫുഡിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഫുള്ള് വെജ് ആക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ പിറന്നാളിനാട്ടോ ഫുള്ള് വെജിറ്റേറിയനൊക്കെ ആയിട്ട് വിളമ്പുക.
ആക്ച്വലി നമ്മുടെ നാട്ടിൽ കൂടുതൽ പിറന്നാളാണ് എടുക്കുക. പിന്നെ നമ്മൾ പിറന്നാളിൻ്റെ സമയത്ത് നമ്മൾ കോയമ്പത്തൂരായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള സമയത്ത് എന്തായാലും ബർത്ത്ഡേ അല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ഒന്നൊരു സദ്യയാക്കാം എന്ന് വിചാരിച്ച്. ഇത് ആക്ച്വലി നമ്മൾ നെക്സ്റ്റ് ഡേ വൈകിട്ട് പോയതാണ് കേട്ടോ. ബർത്ത്ഡേയുടെ അന്നല്ല, നമ്മൾ ബർത്ത്ഡേയുടെ അന്ന് പുറത്ത് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഭയങ്കര മഴ. നമുക്ക് ഓൾറെഡി ഞങ്ങൾക്ക് കോൾഡിൻ്റെ ഒരു ലക്ഷണം ഉള്ളത് കൊണ്ട് നമുക്കപ്പം അങ്ങ് ഇറങ്ങാൻ തോന്നിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ നെക്സ്റ്റ് ഡേ പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ശോഭ സിറ്റി മാളുണ്ട്, തൃശ്ശൂരുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് വെറുതെ ഒരു ഔട്ടിങ്ങിന് പോകട്ടെ. കുറച്ച് ഷോപ്പിംഗ്, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. പിന്നെ അധികം കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ അവിടെയൊക്കെ ചെല്ലുമ്പോൾ. അവനിങ്ങനെ ഓടിക്കളിച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞങ്ങൾ ശോഭയിലെത്തി. ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഷോപ്പിംഗൊക്കെ അല്ലേ, അപ്പോൾ ഫുഡ് കഴിച്ച് എല്ലാതും സെറ്റായിട്ട് നമുക്ക് ഷോപ്പിങ്ങിലേക്ക് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആ ലൈക്കിൻ്റെ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് മുകളിൽ നിന്ന്. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടേക്കൊന്നും അങ്ങനെ വ്യൂ ഒന്നും കാണാനായിട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഞങ്ങൾ കിഴിപ്പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് ബിരിയാണി, നാൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സെറ്റ് ഓഫ് ഫുഡാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു പ്ലേ ഏരിയ കണ്ടത്. ഇത് നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അമ്മേനെയും അദ്വീനെയും അവിടെ ആക്കിയിട്ട് പാരൻസിന് ഒരാൾക്ക് പോകാം കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന്. അദ്വി ഉണ്ടെങ്കിൽ കുറച്ച് ഡ്രസ്സ് എടുക്കാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ അമ്മേനെയും അദ്വീനെയും അവിടെ ആക്കി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നു. അപ്പോൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങി. ഇരുട്ടി തുടങ്ങി കേട്ടോ. എന്നിട്ട് ഈ ഔട്ടർ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെറുതെ അവിടെയൊക്കെ പോയി നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ ആയപ്പോൾ നല്ല ഒരു കുഞ്ഞു മഴ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ മഴയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് അതൊക്കെ കണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഒന്ന് ചായ കുടിക്കാമെന്ന്. അപ്പോൾ പുറത്തന്നെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മാല ബൾബ് കാണാനായിട്ട്. അത് ഇങ്ങനെ കുറുമ്പ് കാണിച്ചൊക്കെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഉള്ളിലേക്ക് തന്നെ കയറി ഒരു ചെറിയൊരു ഷോപ്പിംഗ്, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. ഹലോ, വെൽക്കം ബാക്ക്.
നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ് നമ്മൾ. അങ്ങനെ വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞു വീഡിയോ. അത് സർപ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കേക്കാണ് നമ്മൾ സർപ്രൈസായത്, കേക്ക് കട്ടിങ്ങാണ് ചെയ്തത്. പിന്നെ അമ്മയ്ക്ക് പറ്റാവുന്ന രീതിയിൽ അമ്മ സദ്യയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കുട്ടി വ്ളോഗാണ് കേട്ടോ. പിന്നെ ഞാനിന്ന് വന്നത്, നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട അത്യാവശ്യം പേരൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വോയിസ് എടുക്കുന്ന ടൈമിൽ നോക്കുമ്പോൾ 226 പേരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അതിൽ നിന്ന് ഇനിയും കൂടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അതൊരു വലിയ കാര്യമാണ്. 226 എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ല. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി ഒന്ന് വീഡിയോസൊക്കെ ഇടുന്നല്ലാതെ അതങ്ങനെ വലിയ കാര്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാനത് വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് അതിന് വേണ്ടിയിട്ടൊന്ന് നമ്മളങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും പേരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ ഇനിയും ഈ വീഡിയോ പുതിയത് കാണുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ചാനലിന് ഒരു ഉയർച്ചയും, പിന്നെ എനിക്കിങ്ങനെ വ്ളോഗിങ്ങൊക്കെ എടുക്കാൻ അതൊരു പ്രചോദനമല്ലേ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.